ഹായ്, ഏവർക്കും റാഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഏറ്റവും സിമ്പിളായി വളരെ ടേസ്റ്റിയായ മട്ടൻ ദം ബിരിയാണിയാണ്. പലതരം ബിരിയാണികൾ ഉണ്ട്. ഓരോന്നിനും വ്യത്യസ്ത രുചികളുമാണ് ഉണ്ടാവുക. ഓരോ ബിരിയാണിയെയും വ്യത്യസ്തമാക്കുന്നത് അതിലെ ചേരുവകളുടെ അളവും ചേരുവകൾ ചേർക്കുന്ന സമയവും ആണ്. ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ബിരിയാണി ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. അത് നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആവില്ല. അത് എൻ്റെ വാക്ക്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ ഓരോ വിലപ്പെട്ട അഭിപ്രായങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ മറക്കല്ലേ കൂട്ടരെ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സൺഫ്ലവർ ഓയിൽ 200 ml ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു പിടി പെരിഞ്ജീരകം, 4 അല്ലി കറിവേപ്പില, 20 പച്ചമുളക് എന്നിവ ഇട്ടതിന് ശേഷം മൂടി വെക്കുക. മുളകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നേരത്തെ സ്ലൈസാക്കി അരിഞ്ഞു വെച്ചതായ 1.5 കിലോ സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വഴന്നു കിട്ടാൻ വേണ്ടി ഈ സമയം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെക്കാം. സവോള ഏകദേശം ഈ ഒരു പരുവത്തിലെത്തിയാൽ അതിലേക്ക് 150 ഗ്രാം ഇഞ്ചിയും 150 ഗ്രാം വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 3 ടേബിൾ സ്പൂൺ നിറച്ചും ഞാൻ പ്രത്യേകം പൊടിച്ചു തയ്യാറാക്കിയതായ ഗരം മസാലയാണ്, റാഫീസ് ഗരം മസാല. ഇതിൽ നിന്നും നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ച് നന്നായി കഴുകി വെച്ചതായ 4 കിലോ മട്ടൺ അതിലേക്ക് ആഡ് ചെയ്യാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മട്ടൺ വേവുന്നതായ സമയം കൊണ്ട് ആവശ്യമുള്ളതായ മറ്റു ചേരുവകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിസ്ത തയ്യാറാക്കുന്നതിന് ഓയിലും നെയ്യും ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നൈസായി അരിഞ്ഞു വെച്ചതായ 4 സവാള ഗോൾഡ് ബ്രൗൺ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചതായ 3 ക്യാരറ്റ് വറുത്ത് കോരിയെടുക്കാം. അതോടൊപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കാം. 100 ml ഓയിൽ, 250 ഗ്രാം ഗീയും സ്ലൈസാക്കി അരിഞ്ഞതായ 2 സവാള, നേരത്തെ ചതച്ചു വെച്ചതായ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാത്തിൻ്റെയും പച്ചമണം പോയി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന നിലക്കാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം അവിടെ തിളച്ചു വരട്ടെ. മട്ടൻ ഇപ്പോൾ ഒരു 50% വേവായിട്ടുണ്ട്. അതിലേക്ക് സ്ലൈസാക്കി അരിഞ്ഞു വെച്ചതായ 4 തക്കാളി ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 നാരങ്ങയുടെ നീര്, അധികം പുളിവില്ലാത്തതായ 200 ഗ്രാം തൈരും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ സ്പൈസീസ് ചേർത്ത് കൊടുക്കാം. ഏലക്കായ്, പട്ട, ചെറിയ ജീരകം, കരയാമ്പൂ, ജാതിപത്രി, തക്കോലം, നല്ല ജീരകം. ഈ സമയം ആവശ്യത്തിന് ഉപ്പും 1 ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വിട്ടുപോയതാണ്. ഇനി കഴുകി വെച്ചതായ റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 കിലോ ജീരകശാല കൈമ റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ റൈസ് അധിക സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് തിളച്ചു കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. മട്ടൻ നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 75% വേവ് ആയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചതായ മല്ലിച്ചപ്പും പുതിനയും 1 പിടി ചേർത്ത് കൊടുത്ത് നേരത്തെ നമ്മൾ പൊരിച്ചു വെച്ചതായ സവോളയിൽ നിന്ന് ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. റൈസ് ഇവിടെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടനും റൈസും ദം ചെയ്തു വെക്കാം. മുകളിലെ റൈസ് അടിയിൽ വരുന്ന രീതിയിലായിരിക്കണം ദം ചെയ്തു വെക്കേണ്ടത്. അതിൻ്റെ മുകളിൽ പിസ്ത ചേർത്ത് കൊടുക്കാം. വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. വീണ്ടും പിസ്ത ഇട്ട് കൊടുക്കാം. വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. 50 ml RKGയും ബാക്കി വരുന്ന പിസ്തയും ചേർത്ത്
എയർ പുറത്തു വരാത്ത രീതിയിൽ ഒരു അലുമിനിയം ഫോയിലോ മറ്റോ വെച്ച് ദം ചെയ്തെടുക്കാം. 20 മിനിറ്റ് ചെറിയ തീയിലും തീ ഓഫാക്കിയ ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് മൂടി തുറന്നു നോക്കാം. റൈസെല്ലാം വിട്ടുവിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മുകളിലെ റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മസാലയിലെ റൈസ് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി.